ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കി. നേരത്തെ മാഷ് പറഞ്ഞില്ല എൻ്റെ വസ്തുത. അവിടെ ഈ ഗോത്ര വിഭാഗങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേക വകുപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ വകുപ്പ് അതിനുണ്ട്, നിയമപരമായ പരിരക്ഷ ഉണ്ട് അവർക്ക്. ക്രിമിനൽ കോഡിൽ പോലും ചില യൂണിഫിക്കേഷൻസ് കഴിയാത്ത ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കെ സിവിൽ കോഡ് ഒന്നിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ വലിയൊരു അപഹാസ്യത അവിടെ ഉണ്ട്. ഇനി നമുക്കറിയാം പൗരത്വ ഭേദഗതിയും അതേപോലെ തന്നെ ഏക സിവിൽ കോഡും ഇത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം പ്രതിഷേധങ്ങൾക്ക് കാരണമായ കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലെ ഒന്നായ ഉത്തരാഖണ്ഡിൽ അതിലെ ഏക സിവിൽ കോഡ് അതിൻ്റെ ബില്ല് പാസ്സാക്കുകയാണ് ഉണ്ടായത്. അവിടെയുള്ള 2-3 മുസ്ലിം MLA മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കപ്പുറം ശബ്ദ വോട്ടോടുകൂടി അവർ ആ ബില്ല് പാസ്സാക്കിയ കാര്യമാണ് നമ്മൾ പത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ്, നമുക്കറിയാം സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഒരു യൂണിറ്ററി സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുക എന്ന ആശയത്തെ ബലപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണത്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ അദ്ദേഹവും എന്തായാലും പൗരത്വ ബില്ല് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു സംസാരവും പ്രഖ്യാപനമുണ്ട്. ഈ 2 കാര്യങ്ങളും ലൈവായി ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രബുദ്ധർക്കിടയിൽ വാർത്ത കേട്ട ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ അത് ഇപ്പോൾ എന്തുകൊണ്ടത് ചർച്ച കഴിഞ്ഞ കാലങ്ങളിൽ നല്ല പ്രത്യേകമായിട്ടുള്ള സമരങ്ങളും ശബ്ദകോലാഹലങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഈ 2 കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതിഷേധം ഇല്ലാത്തത്? അതിന് നമ്മൾ പ്രതിഷേധിക്കേണ്ടതില്ലേ മാഷ്? 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പട്ടിണിയുടെ കാര്യത്തിൽ, മറ്റനേകം പ്രയോറിറ്റി നൽകേണ്ട പല കാര്യങ്ങളിലും രാജ്യം എത്രയോ പിറകിൽ നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ നമ്മുടെ കേന്ദ്രത്തിലിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ പ്രയോറിറ്റികളുടെ ഒരു ഏറ്റവും വലിയ ഒരു അശ്ലീലത, ഒരു അപാകതയാണ് നമ്മളിതിലൊക്കെ തന്നെ കാണുന്നത്. 2024 ET ന്യൂ ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റിൽ 2024 അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തിയത് 4 കാര്യങ്ങൾ അവർ നടപ്പാക്കുന്നുള്ളതാണ്. ഒന്ന്, ഈ UCC യൂണിയൻ സിവിൽ കോഡ്, അതുപോലെ തന്നെ പൗരത്വ ബില്ല്, ആൾറെഡി പാസ്സാക്കിയിട്ടുള്ള പൗരത്വ ബില്ല്, പിന്നെ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, 4മതായിട്ട് 1 നേഷൻ 1 ഇലക്ഷൻ. ഈ 4 കാര്യങ്ങൾ നടപ്പാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഈ UCC എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയുടെ ഒരു ഭരണഘടനാ ശില്പികൾ തന്നെ അതിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ സ്റ്റേറ്റ് പ്രിൻസിപ്പിൾസ് നിലത്തിൽ 3 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ലിബറൽ പ്രിൻസിപ്പിൾസ്. ഈ ലിബറൽ പ്രിൻസിപ്പിൾസിൽ വരുന്ന ഒരു നിർദ്ദേശക തത്വമാണത്. അവിടെ തന്നെ എന്ന് വെച്ചാൽ ദി സ്റ്റേറ്റ് ഷാൾ എൻഡീവർ എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. മറ്റു പല കേസുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തെ തത്വങ്ങൾ നടപ്പാക്കണം, ശ്രമിക്കണം, ശക്തമായിട്ട് ഇത് ചെയ്യണം എന്നൊക്കെ. യഥാർത്ഥത്തിൽ കോടതിക്ക് പോലും നിർബന്ധിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില കണ്ടീഷൻസ് അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിന് വേണ്ട ചില വ്യാഖ്യാനങ്ങൾ വേണ്ടി വരും. ഇത് നാഷണൽ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ്, രാജ്യത്തിൻ്റെ ഒരു യൂണിറ്റിക്ക് വേണ്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വാദങ്ങൾ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചർച്ച തുടങ്ങിയ കാലഘട്ടത്തിൽ ഇതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വേണോ വേണ്ടതെന്നുള്ള ചർച്ച നടന്ന സമയത്ത് ഇതിനെ എതിർത്തത് ഇന്നിപ്പോൾ അവരൊക്കെ ഏറ്റവും അവരുടെ ദേശീയ പുരുഷനായി അല്ലെങ്കിൽ സ്വതന്ത്ര കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നേതാവായിട്ട് കൊണ്ടു നടക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ളവരാണ്. എന്തിനേറെ നെഹ്റു. കാരണം ഒരു ഹിന്ദു കോഡ് ഇത് നടപ്പാക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിവിധ തട്ടുകളിൽ ജീവിക്കുന്ന ഹിന്ദുക്കൾ എങ്കിലും ഏകീകരിക്കാൻ കഴിയാതെ ഇത്തരത്തിലുള്ള നടപ്പാക്കാൻ പറ്റില്ല.
അപ്പോൾ അതിനുവേണ്ടി ഒരു ഹിന്ദു കോഡ് ആദ്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന 1938 ശ്രമങ്ങളുണ്ടായി. എന്തിനേറെ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലൊരു ശ്രമം നടന്നപ്പോൾ രാജേന്ദ്ര പ്രസാദ് ഞാൻ അതിനകത്ത് ഒപ്പുവെക്കില്ല എന്ന് പോലും എന്ത് ചെയ്തു പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചരിത്രമൊക്കെ അതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഏറ്റവും അടുത്ത് ഇതിനു വേണ്ടി ലോ കമ്മീഷൻ എന്ത് ചെയ്തു നിശ്ചയിച്ചു. ലോ കമ്മീഷൻ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഡിസയറബിൾ എന്നാണ്. ഇന്നതിന് രാജ്യം പാകപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ അതുകൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷങ്ങളുണ്ടാകാമെന്നൊരു നിലപാടിലാണ് എത്തിയത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും ഈ റിപ്പോർട്ടൊക്കെ അല്ലെങ്കിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടൊക്കെ മുൻപിലിരിക്കെ തന്നെ ഒരു ഭരണകൂടം ഇതിനെ വീണ്ടും പറയുമ്പോൾ ഇതിൻ്റെ പിറകിൽ യഥാർത്ഥത്തിൽ മറ്റെന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാകുന്ന നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്കറിയാം ഇത് നടപ്പാക്കാൻ യഥാർത്ഥത്തിൽ പ്രായോഗികമായി പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ നാഗാലാൻഡ് ഉദാഹരണത്തിനെടുത്താൽ, നാഗാലാൻഡിനെ സംബന്ധിച്ചോളം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് നിയമമാക്കുന്ന റൂള് പോലും അവിടുത്തെ സ്റ്റേറ്റ് അസംബ്ലി അംഗീകരിക്കാതിട്ടുള്ള എന്താണ് നടപ്പാക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം ഒരു വിപുലമായ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അധികാരങ്ങൾ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്കുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റുകളിൽ ഇത് നടപ്പാക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. രണ്ടെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ക്രിമിനൽ കോഡ് തന്നെ ഇന്ത്യയിൽ സമ്പൂർണ്ണമായിട്ട് ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഗുജറാത്തിലൊരാൾ മദ്യം ഉണ്ടാക്കി അല്ലെങ്കിൽ വിറ്റു അല്ലെങ്കിൽ പരസ്യമായി മദ്യപിച്ച് നോക്കുക, ഇപ്പോൾ ചെറിയൊരു എക്സംഷൻ വന്നിട്ടുണ്ട്. എന്താണ്? 10 വർഷം വരെ എന്ത് ചെയ്യും? തടവുണ്ടാകും. അപ്പോൾ കേരളത്തിലതുണ്ടോ? തമിഴ്നാട്ടിലുണ്ടോ? ഇനി അതെല്ലാം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാഹിയിൽ ഉണ്ടോ? പശുവിനെ അറുക്കുന്നത് പല സ്റ്റേറ്റുകളിൽ നിന്ന് ക്രിമിനൽ ഒഫൻസാണ്. കേരളത്തിലോ തമിഴ്നാടൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് ക്രിമിനൽ കോഡിൽ പോലും ചില യൂണിഫിക്കേഷൻസ് കഴിയാത്ത ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കെ സിവിൽ കോഡ് ഒന്നിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ വലിയൊരു അപഹാസ്യത അവിടെ ഉണ്ട്. ഇനി നമുക്കറിയാം, ഈ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ ഇപ്പോൾ അവിടുത്തെ സെക്ഷൻ 2 അവിടെ വെച്ചാൽ ഈ മാരേജ് ആക്ട് പറയുന്നിടത്ത് ഇത് ട്രൈബൽസിന് ബാധകമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അതിനകത്ത് തന്നെയുള്ളൊരു സബ്സെക്ഷന്, അത് അവരെ ഭാഗമാണോ അല്ലെ എന്നുള്ള ചർച്ചയ്ക്ക് വേറെ ഉണ്ടായിരിക്കും. എന്തായാലും ശരി, അവർക്ക് ബാധകമല്ല എന്ന് പറയുക. ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം അൺഡിവൈഡഡ് ഹിന്ദു ഫാമിലീസിന് അല്ലെങ്കിൽ യുണൈറ്റഡ് ഹിന്ദു ഫാമിലീസിന് പ്രത്യേകമായിട്ടുള്ള ടാക്സ് എക്സംഷൻസൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളിൽ എന്താണ് ചെയ്യാൻ? പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളാണ്, ഇവർക്ക് അറിവുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും തൊടാതെ വീണ്ടും ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ 2-3 കൃത്യമായ ഉദ്ദേശങ്ങളാണ് ഇതിൻ്റെ പിറകിലുള്ളത്. ഒന്ന്, ഈ യൂണിയൻ സിവിൽ കോഡ് എന്ന് പറയുന്നത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ കോടതി വഴി തന്നെ ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അവിടെ കോടതി ചിലപ്പോൾ എടുക്കാവുന്ന നിലപാടെന്തായിരിക്കും? ചിലപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ ഹൈക്കോർട്ടിലാണ് ഇപ്പോൾ കേസ് വരുന്നേക്കുക. എടുക്കാവുന്ന നിലപാടെന്ന് വെച്ചാൽ ഇവിടെ നടപ്പാക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? പിന്നെ ചില കാര്യങ്ങൾ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടി വരും. അപ്പോൾ ഒരു കമ്മീഷന് എന്ത് ചെയ്യാം? അത്രയിലേക്ക് നിശ്ചയിക്കാം, അല്ലെങ്കിൽ അവിടെ മാത്രം നടപ്പാക്കുന്ന തടയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തു വന്നാൽ അതിൻ്റെ ദൂഷ്യഫലം മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ഉണ്ടാകും. ഇപ്പം നിലവിൽ നമുക്കറിയാം ഒരുപാട് ഈ ട്രൈബൽ മേഖലകളിലൊക്കെ പോക്സോ കേസിൽ കുടുങ്ങിയ ധാരാളം ചെറുപ്പക്കാരുണ്ട്. കാരണം അവിടുത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അവരൊരിക്കലും ഒരു 16 വയസ്സായ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് നിയമവിരുദ്ധമല്ല. അതവർ നടക്കുന്നു, ഉടനെ കേസാവുന്നു, ഇവർ പിടിക്കപ്പെടുന്നു ഉള്ളതാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധി അടക്കമൊക്കെ ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്, എന്ത് ചെയ്യും? പിടിപ്പിക്കപ്പെടുമല്ലോ. അപ്പോൾ ഇതുപോലൊരു സാമൂഹിക അന്തരീക്ഷം അവർക്ക് വേണ്ടി രൂപപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവർ ഇതിന് വേണ്ടിയിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതൊന്നും നടക്കാതെയാണ് ഒരു സമൂഹത്തിൻ്റെ മുകളിൽ നിയമം അടിച്ചേൽപ്പിക്കുന്നത്. ഇത് ഈ സമാനമായ രൂപത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവരുന്ന ഒന്നായിരിക്കാം. രണ്ടെന്താ വെച്ചാൽ ഇതിനിടയിലൂടെ എന്തായാലും CAA നടപ്പാക്കാൻ നോക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ വെച്ചാൽ അതിനെ കുറച്ചുകൂടെ എൻഫോഴ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവിടെ അത് മുസ്ലിങ്ങളെ മാത്രമാണ് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അപകടം അതാണ്. അപ്പോൾ കോടതിയിൽ മുസ്ലിങ്ങൾ സമീപിക്കും. കോടതി എങ്ങാനും കണ്ണടച്ചാൽ എന്തു ചെയ്യും? CAA നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഇതേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഷായുടെ പ്രഖ്യാപനം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവരൊരിക്കലും മ്യാൻമറിൽ നിന്നോ
അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ ഒന്നും വരുന്ന ഹിന്ദുക്കളെ അടക്കം ആ രീതിയിൽ സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ അതെന്ത് ചെയ്യും, അവിടെയും നമ്മുടെ രാജ്യത്ത് യൂണിറ്റിക്ക് പകരം ഛിദ്രത ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. മറ്റൊന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പാർസി, സിഖ്, ക്രിസ്ത്യൻ മതങ്ങളൊക്കെ ബാധിക്കാം. ഇപ്പോൾ പാർസി വിഭാഗത്തെ സംബന്ധിച്ചോളം ഒരു അന്യമതസ്ഥനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അവരുടെ റൈറ്റുകളില്ലാതെ ആകും. ഇനി വേറൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ പാകിസ്ഥാൻ UCC നടപ്പാക്കിയ ഒരു രാജ്യമാണ്. അവിടെ അതിൻ്റെ പേരിൽ ഇൻറ്റഗ്രിറ്റി കൂടിയോ, പട്ടിണി കുറഞ്ഞോ, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭദ്രത കൂടിയോ? ഇതൊന്നുമല്ല സംഭവിച്ചത്, മറിച്ച് ആ രാജ്യം നമ്മളെക്കാളും എത്രയോ പിറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടുത്തെ ഈ ജനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതോ ഇൻറ്റഗ്രിറ്റി കൂട്ടുന്നതിനോ ഒന്നും ഉപയുക്തമാകുന്ന ഒന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തന്ത്രപരമായൊരു നിലപാടാണ്. ഒരു ഭാഗത്ത് പ്രാണപ്രതിഷ്ഠയുടെ പ്രശ്നത്തിൽ നമുക്കറിയാം കോൺഗ്രസ് അടക്കം എന്ത് ചെയ്തു, ഈ മറ്റേ വളഞ്ഞയിൽ ഈച്ച കുടുങ്ങിയ പോലെ എന്താ ചെല്ലുന്നി പുറത്തുകി ആടാനും വയ്യ, പറക്കാനും വയ്യ, അങ്ങനെ ഒരു തരം വല്ലാത്ത അവസ്ഥയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇതേ അവസ്ഥയിലേക്ക് എന്താണ് ഈ വിഷയത്തിലും കൊണ്ടുവരികയും ഒരു ഡിവൈഡ്, അവരുദ്ദേശിക്കുന്നൊരു ഡിവൈഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ കർഷക പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നത് കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു തടയിടണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിലയ്ക്കുള്ളൊരു മൊബിലൈസേഷന് സാധ്യമാകണം. അപ്പോൾ ഒരു ഇലക്ഷൻ അജണ്ട എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇതിനെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതല്ലാതെ ഇതിനകത്തൊരു ആത്മാർത്ഥത ഇല്ല എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ ചാടിയിട്ട് ഒരു പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടതില്ല. അതായിരിക്കാം ഒരുപക്ഷെ കേന്ദ്രം ആഗ്രഹിക്കുന്നത്. അതിലൂടെ എന്ത് ചെയ്യുക, ഈ വിഷയത്തെ ജനമധ്യത്തിലേക്ക് മാധ്യമ ശ്രദ്ധയിലേക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസിനെയും മറ്റ് പാർട്ടികളൊക്കെ ഇതിലേക്ക് വലിച്ചഴക്കുക. കാസ്റ്റ് സർവേ നടക്കണമെന്നുള്ള ആവശ്യമൊക്കെ എന്ത് ചെയ്യുക, ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ സാവകാശം നോക്കിയിട്ടൊക്കെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രാമക്ഷേത്രം എന്ന് വളരെ വ്യക്തമാണ്. ശരിക്കും ബാബരി മസ്ജിദ് തകർത്തിട്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയത്. അതിൽ പോലും ഇതുപോലെ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, വേണോ വേണ്ടെന്ന് നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഈ കോൺഗ്രസ്സിന് ഒരു പ്രത്യേകമായൊരു സാഹചര്യം ഉണ്ടായല്ലോ, അവസ്ഥ ഉണ്ടായല്ലോ. അപ്പോൾ എന്നതുപോലെ തന്നെ UCC അതേപോലെ തന്നെ CAA ഈ ഇത് സംഗതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സമയത്ത് കുറച്ചും കൂടി പിന്നെ ഒരു ബുദ്ധിപരമായി ഈ വിഷയത്തിൽ നമ്മൾ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചാണ് ശ്രമിക്കുന്നത്. ഹമീദ് മാഷ് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഈ സമയത്ത് നമ്മളിതിന് പ്രതിഷേധിക്കണോ, പ്രതിഷേധം കണ്ടില്ല എന്നുള്ളതാണല്ലോ പറഞ്ഞത്. തുടക്കത്തിൽ ഉണ്ടായ പോലുള്ള ഒരു വൈബ് എന്ത് ചെയ്തിട്ടില്ല, നടപ്പാക്കുന്ന സമയത്ത് കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ചോദ്യത്തിനോട് നമുക്ക് രണ്ട് നിലക്ക് സംസാരിക്കാം. ഒന്ന്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രശ്നം വന്നപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായി, ഇപ്പോൾ ഒരു മൗനമാണ്, ഇതൊരു ശരിയല്ല എന്ന രീതിയിൽ കാണാം. മറ്റൊന്ന്, നേരത്തെ ഹമീദ് മാഷ് പറഞ്ഞ പോലെ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകലെ നിൽക്കുന്ന സമയത്ത് അജണ്ട ഒന്നുകൂടെ കറക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് എന്ന നിലക്ക് കണ്ടുകൊണ്ട് അതിന് നമുക്ക് കൈകാര്യം ചെയ്യാനും പറ്റും. ആ നിലക്ക് ഇങ്ങനെ അതിനോട് സമീപനം സ്വീകരിക്കാനും പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആകെ ഇത് നടപ്പാക്കാൻ പരിമിതി ഉണ്ട് എന്ന് അവർക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സംസ്ഥാനങ്ങളിലൂടെ നടപ്പാക്കാനാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അതാണ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കി, പിന്നെ UCC കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റ് വെച്ചുകൊണ്ട്, പിന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള സ്റ്റേറ്റുകൾ വെച്ചുകൊണ്ടാണെന്ത് പിന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ അമിത്ഷാ പ്രഖ്യാപിച്ച സ്ഥലം ഏതാണെന്നുള്ളതാണ്. CAA നടപ്പാക്കുന്നുള്ളത് പ്രഖ്യാപിച്ചത് ദേശീയ ലൈബ്രറിയിൽ സംസ്ഥാന BJPയുടെ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ IT വിഭാഗം അംഗങ്ങളുടെ ഒരു യോഗത്തിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു അടച്ചിട്ട റൂമിലുള്ള ഒരു യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ഇതെന്തായാലും നമ്മൾ നടപ്പാക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇവർ നേരത്തെ വാഗ്ദാനം കൊടുത്താണ്, അവരുടെ അണികൾക്ക് വാഗ്ദാനം കൊടുത്താണ് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പാക്കും. പക്ഷെ അത് നടപ്പാക്കിയിട്ട് പ്രയോഗതലത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് അവരുടെ ഇടയിൽ നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കൊരു അജണ്ട കൊടുക്കുകയാണെന്ത്, ആത്മവിശ്വാസം കൊടുക്കുകയാണെന്ന് നമ്മൾ നടപ്പാക്കിയിരിക്കും എന്ന അവരുടെ ആളുകൾക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കറക്റ്റ് മെസ്സേജ് അവർ ഇതിലൂടെ കൊടുക്കുന്നത്. പിന്നെ
ബംഗാളിൽ തൃണമൂലും BJP നേർക്കുനേർ നിൽക്കുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇത് കുറച്ചുകൂടെ കടത്തി പറയാന്നുള്ളത് അവരുടെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ വിഷയങ്ങളൊക്കെ സമരം ചെയ്യുകയാണെങ്കിൽ സമരം വിജയിക്കണം, ആ നിലക്ക് സമരം ചെയ്യാൻ കഴിയണം. അത് പലപ്പോഴും എന്ത് ചെയ്യില്ല, ഈ ഒരു സന്ദർഭത്തിൽ സാധ്യമാകാൻ സാധ്യത കുറവാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ കർഷക സമരമൊക്കെ വന്നല്ലോ, കർഷക സമരമൊക്കെ വന്ന രീതിയിൽ അത് വിജയിച്ചേ തിരിച്ചു പോകുള്ളൂ എന്നുള്ള രീതിയിലുള്ളൊരു വരവ് ഈ വിഷയത്തിൽ വരുത്താൻ പറ്റുകയാണെങ്കിൽ നടക്കും. അപ്പോൾ ഇവിടെ അത് പിന്നെ ഇപ്പോൾ രണ്ടാമതും വരുന്നുണ്ട്, കർഷക സമരം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വരവ് വേറെ അജണ്ടകളൊക്കെ ചിലപ്പോൾ മാറ്റിമറിക്കാനൊക്കെ സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇവിടുത്തെ സമര മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഇത് വർഗീയവൽക്കരിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് വർഗീയവൽക്കരിക്കുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു അജണ്ട സെറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് വിവേകപൂർവ്വമായിട്ടുള്ള നിലപാടായിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്ക് ജീവൽ പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചർച്ച കൊണ്ടുവരലാണ് ഏറ്റവും ബുദ്ധിപരമായ നിലപാട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളതൊക്കെ അവർക്കാണ് ഗുണം ചെയ്യുക. കാരണം അവർ വെച്ച അജണ്ടക്കനുസരിച്ച് വേറുള്ളവർ അപ്പോൾ അവരെന്താ അവരുടെ ഭരണപരമായ വീഴ്ചകളും കാര്യങ്ങളൊക്കെ മൂടി വെക്കപ്പെടും. അതന്നെ അവർക്ക് വലിയൊരു ഇതുകൊണ്ട് ഒരു ആനുകൂല്യം കിട്ടിയില്ലെങ്കിലും മറ്റേതൊക്കെ മൂടി വെച്ച് കിട്ടിയാൽ തന്നെ എന്താണ് അതൊരു വലിയ നേട്ടമായിരിക്കും. അപ്പോൾ അവിടെ ജാതി സെൻസസ്, അതുപോലെ തന്നെ ഈ പിന്നെ കർഷകരുടെ പ്രശ്നം, അതുപോലെ പിന്നെ കോർപ്പറേറ്റിൻ്റെ പ്രശ്നം, പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, രാജ്യത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഇഷ്യൂസുകളുണ്ടല്ലോ. അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള മാർഗം തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ഈ സന്ദർഭത്തിൽ നോക്കേണ്ടത്. അല്ല അവർ സെറ്റ് ചെയ്തൊരു അജണ്ടയിലേക്ക് പോവുക എന്നുള്ളതല്ല. പിന്നെ സിവിൽ കോഡ് എന്ന് പറയുന്നത് പിന്നെ നടപ്പാക്കാൻ കഴിയില്ല. ഇത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ ഇന്ത്യയിൽ കഴിയില്ല. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കി. നേരത്തെ മാഷ് പറഞ്ഞല്ല എൻ്റെ വസ്തുത. ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒരു സിവിൽ നിയമം വരണം. അവിടെ പിന്നെ മറ്റേ ഈ ഗോത്ര വിഭാഗങ്ങൾ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേക വകുപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ വകുപ്പിനുണ്ട്, നിയമപരമായ പരിരക്ഷ ഉണ്ട് അവർക്ക്. ആ പരിരക്ഷ വെച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വേറുള്ള ആളുകൾക്കിടയിലാണ് ഇത് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വിഭാഗത്തിന് എത്ര ന്യൂനപക്ഷമാണെങ്കിലും ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് യൂണിഫോം അല്ല. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് പ്രായോഗികമല്ല. ഇത് മുസ്ലിങ്ങളെ പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് പഞ്ചസാരൻ്റെ മുകളിൽ ഉപ്പ് എന്ന് എഴുതി ഒട്ടിച്ചിട്ട് അത് ഉപ്പാണ് എന്ന് പറയുന്നത് പോലെ ഈ പിന്നെ യൂണിഫോം സിവിൽ കോഡ് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി നടത്തിയിട്ട് യൂണിഫോം സിവിൽ കോഡ് എന്ന് ബോർഡ് വെക്കുന്ന രീതിയാണെന്ത് യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നത്. ആ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രധാനമായി തന്നെ എടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലക്ഷ്യം മുസ്ലിങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇതൊരു വലിയ വിഷയമാകാത്തതെന്ന് വെച്ചാൽ അവിടെ പിന്നെ 82% ഹൈന്ദവ വിഭാഗമാണ്, 13% താഴെയാണ് എന്ത് മുസ്ലിം വിഭാഗം ഉള്ളത്. പിന്നെ മാത്രമല്ല ഈ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് UP നിന്ന് പിന്നെ ഉണ്ടായ സംസ്ഥാനം. 2000 വരെ ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ 2000 നവംബർ ഒരു 9-ാം തീയതിയോടുകൂടിയാണ് എന്ത് ഉത്തരാഞ്ചൽ എന്നുള്ള പേരിൽ വരുന്നത്. പിന്നെ 2006 എന്താകുന്നത് ഉത്തരാഖണ്ഡായിട്ട് വരിക. അപ്പോൾ ഒരു UPൻ്റെ ഒരു നേച്ചറുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഒരു സംഗതി ഉള്ളത്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് ഒരു ദിവസം പ്രത്യേകം ഒന്ന് നീട്ടിയല്ലോ, ഒരു ദിവസം മാത്രം ഒന്ന് നീട്ടി. അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു സംഗതി പിന്നെ യൂണിഫോം സിവിൽ കോഡൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് പെട്ടെന്നൊരു ഇടുത്തി വരുന്ന പോലെ ചെയ്യാനാണ് എന്നാണ്. പക്ഷേ അത് രാമക്ഷേത്രം പ്രമേയം പാസ്സാക്കാനായിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലായി. അപ്പോൾ അത് മൊത്തം ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു സംഗതി കഴിയില്ല. നടപ്പാക്കിയോടെ തന്നെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ടാണ് നടപ്പാക്കിയത്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പായിട്ടില്ല. അത് പ്രയോഗതലത്തേക്ക് കൊണ്ടുവന്ന് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വരുമല്ലോ. ആ സാഹചര്യം വരുമ്പോൾ ജനങ്ങൾ ഇതിന് ഇളവുകയും ചെയ്യും. ആ സമയത്ത് ഇതിന് പ്രതിഷേധവും നാട്ടിൽ നിന്ന് വരും. ഇപ്പോൾ ആളുകൾക്കത് താത്വികമായ ലെവലിൽ നിൽക്കുകയാണ്. അതൊരു പ്രയോഗതലത്തിലേക്ക് വന്ന് ജനങ്ങളെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ മുസ്ലിങ്ങളെ മാത്രമല്ല ബാധിക്കുക, വേറുള്ളവരെയും ബാധിക്കുമ്പോൾ അവരും ഇളകും. അപ്പോൾ ആ രീതിയിൽ അത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ അവർ അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇത് പിന്നെ ഐക്യം പറഞ്ഞുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു എന്ന് പറയാം, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡിങ്ങിന് നിന്ന് കൊടുക്കാതിരിക്കലാണ് ഇപ്പോൾ ബുദ്ധിപരമായ നിലപാട്.